പാടം പൂത്തകാലം പാടാമെന്ന് തീയും. ഹലോ മോനേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു. താങ്ക് യു മാത്രം പോരാ, പറഞ്ഞോളി എന്താ വേണ്ടേ? ആഘോഷിക്കണ്ടേ? പിന്നെന്താ, എവിടെ കൂടുക? എവിടെ? നമ്മളെ പഴയ സ്ഥലത്തന്നെ ആയിക്കോട്ടല്ലേ. കാശൊക്കെ കയ്യില് ഒരു 10,000-20,000 ഉണ്ട്, മതിയോ? മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു 500 റുപ്യ തരും. 500 റുപ്യ? രാമേട്ടന് സുഖമില്ലായിട്ടാണ്. എന്റെ അടുത്തൊന്നുമില്ല, ഞാൻ ഇപ്പൊ തുറന്നോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ചേച്ചി, ഈ രാമേട്ടന്റെ ആ കുട്ടി രാമേട്ടന്റെ ഭാര്യയാണ്. എന്താ നിങ്ങൾ പൈസ ഒക്കെ എന്നിട്ട് ആൾക്കാരോട് രാമേട്ടന്റെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? കവുങ്ങ് വീണിട്ടേ തീരെ സുഖമില്ലാതെ കിടക്കുക. വീട്ടിലെ കാര്യമൊക്കെ വളരെ മോശം. അത് ഈ സാമാനം കൂടി വാങ്ങാൻ ഒരു പൈസ ഇല്ല. എനിക്കാണെങ്കിൽ പണിക്ക് പോകാനും പറ്റണില്ല. ഇപ്പൊ കാര്യം ചെയ്യും, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ. ചേട്ടാ, ഒരു 3 കിലോ പഞ്ചസാര, ഒരു 10 കിലോ അരി, പിന്നെ കുറച്ച് തേയില. അതെ, ഇന്നത്തെ പരിപാടി ചെറിയൊരു മാറ്റമുണ്ട്. എനിക്ക് ഒരു അർജന്റ് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു സാക്കിയാലോ? എന്തൊക്കെയാ? ഞാൻ നേരിൽ വരുമ്പോ പറയാം. ഓക്കെ, എന്നാ അങ്ങനെയാക്കാം. ഓക്കെ, ശരി ശരി, ആയിക്കോട്ടെ. എടുത്തോ, ഒരു 500 വെളിച്ചെണ്ണയും ഒരു സൺഫ്ലവർ ഓയിലും കൂടി വെച്ചോളൂ. അതും കൂടെ വെച്ചോ. ശരി. ചേച്ചി, ഇതൊരാഴ്ചക്കുള്ള സാധനമുണ്ട്. ഇത് 2 ബിരിയാണിയാണ്. രാമേട്ടന് കൊടുക്കും കേട്ടോ. ഇത് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കും കേട്ടോ. കേട്ടോ, മറക്കരുത്. എന്നാ ശരി കേട്ടോ. ഓക്കെ. മോനെ, ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ സന്തോഷങ്ങൾക്കപ്പുറം ഒരുപാട് പേർ സങ്കടപ്പെടുന്നവരുണ്ട്. അവരെ നാം കണ്ടറിയുക.